ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു അഡ 24/7 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് LIC അസിസ്റ്റൻറ്റിൻ്റെ എക്സാം പാറ്റേണും അതുപോലെ സിലബസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ LIC അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതായത് ഇൻഷുറൻസ് പരീക്ഷയാണ് അല്ലേ. ഇൻഷുറൻസ് പരീക്ഷയിൽ ക്ലർക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ളതാണ് ഈ പറയുന്ന എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻഷുറൻസ് എക്സാം ആയിരുന്നാലും ബാങ്ക് എക്സാം ആയിരുന്നാലും സെയിം എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നും എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസും അതുപോലെ എക്സാം പാറ്റേണുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ഫേസ് 1 ഉണ്ട്, ഫേസ് 2, ഫേസ് 3. അതായത് നമുക്ക് 2 പരീക്ഷകളുണ്ട്, പ്രിലിംസും മെയിൻസും. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അസിസ്റ്റന്റ് പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതിൽ ഫേസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിലിംസ് എക്സാം ആയിരിക്കും, ഫേസ് 2 നമ്മുടെ മെയിൻസ് എക്സാം ആയിരിക്കും, ഫേസ് 3 വന്നിട്ട് പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ വിത്ത് DV ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചില പോസ്റ്റുകൾക്ക് നമുക്ക് ഇതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്താറുണ്ട്. ഇനി ഇതിൽ നമുക്ക് പ്രിലിംസിന്റെ എക്സാം പാറ്റേൺ നോക്കാം. എക്സാം പാറ്റേണിൽ നമുക്ക് 3 സെക്ഷൻസ് ആണ് വരുന്നത്. അതിൽ റീസണിങ് എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ്, 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഓരോന്നിനും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സിനാണ്, അതും 20 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സിന്, അത് 20 മിനിറ്റ്സിന്. അങ്ങനെ ടോട്ടൽ 60 മിനിറ്റ്സിന് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് നമുക്ക് പ്രിലിംസ് എക്സാം വരുന്നത്. ഇത് ക്വാളിഫയിങ് നേച്ചറാണ്. ഓക്കെ, നമ്മൾ ഒരുവിധം നന്നായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്വാളിഫയിങ് നേച്ചറിൽ വരുന്നതാണ് ഈ പറയുന്ന പ്രിലിംസ്. ഇനി നമ്മുടെ മെയിൻസ് എക്സാം നോക്കിക്കേ. മെയിൻസ് എക്സാം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ടോട്ടൽ 4 സെക്ഷൻസ് ഉണ്ടാവും. അതിൽ റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ഡ്യൂറേഷൻ 30 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഇൻഷുറൻസ് അവയർനെസ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആണ്. 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിനാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിനാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിനാണ്. ഇത്രയാണ് 4 സെക്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിൽ നമുക്ക് മിനിമം ക്വാളിഫയിങ് മാർക്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ SC ST PWBD കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 14 എന്ത് പറയുന്നത് നമ്മുടെ മിനിമം ക്വാളിഫയിങ് മാർക്സ് വരുന്നത്. ഇനി ബാക്കിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 16 മാർക്കാണ് മിനിമം ക്വാളിഫയിങ്. അതായത് ഓരോ സെക്ഷനും 16 മാർക്കാണ് മിനിമം ക്വാളിഫയിങ് മാർക്സ് വരുന്നത്. അപ്പോൾ 16 മാർക്ക് എന്ന് വെച്ചാൽ 16 മാർക്ക് വാങ്ങിച്ചാൽ കയറാം, അങ്ങനെയല്ല. 16ന് മേലെ നമ്മൾ നല്ലപോലെ തന്നെ സ്കോർ ചെയ്യണം നമ്മൾ മെയിൻസ് റിസൾട്ട് കയറണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻസിനകത്ത് വരുന്ന എക്സാം പാറ്റേൺ. ഇത് ടോട്ടൽ നമുക്ക് 150 മിനിറ്റ് ആണ് ഇതിന് വരുന്നത്. ടോട്ടൽ 150 മിനിറ്റ്, 200 മാർക്കിന് 200 ക്വസ്റ്റ്യന് 200 മാർക്കാണ് നമുക്ക് ഈ അതിനകത്ത് ഈ ഒരു എക്സാം പാറ്റേൺ, അതായത് മെയിൻസിന്റെ എക്സാം പാറ്റേൺ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കിക്കേ. നമുക്ക് ഈ ഡീറ്റെയിൽ സിലബസ് പറയുമ്പോൾ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ചോദിക്കും. ഇനി നെക്സ്റ്റ് നമ്പർ സീരീസ്, അതിൽ റോങ് നമ്പർ സീരീസും ചോദിക്കും, മിസ്സിംഗ് നമ്പർ സീരീസ് ചോദിക്കും. അത് നമുക്ക് ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരിക. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ഇതുപോലെ 3 to 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമുക്ക് ബൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, അതുപോലെ ക്വാഡ്രാറ്റിക്, അതുപോലെ DI എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 DIs ഒക്കെ വരാം, അല്ല ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ബാക്കിയുള്ളത് അരിത്തമെറ്റിക് പോർഷൻസ് ആണ്. അതായത് ബാക്കി 7 to 10 ക്വസ്റ്റ്യൻസോളം വരുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. അതിൽ നമുക്ക് റേഷ്യോ പ്രപ്പോർഷൻ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, ആവറേജ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഏജസ് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻസ്, ടൈം ആൻഡ് വർക്ക്, അതുപോലെ പൈപ്സ് ആൻഡ് സിസ്റ്റം, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബോർഡ്സ് ആൻഡ് സ്ട്രീംസ്, മെൻസുറേഷൻ, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബിലിറ്റി, ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന അരിത്തമെറ്റിക് സെഷനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക്
എന്താണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്സ് കിട്ടുന്നതാണ് ഇത്രയും പോർഷൻസ് മസ്റ്റ് പോർഷൻസ് ആണ്. ഇനി ബാക്കി വരുന്നത് നമ്മുടെ അരിത്തമെറ്റിക് പോർഷൻസ് ആണ്. അതൊരു 7 to 10 ക്വസ്റ്റ്യൻസോളം നമുക്ക് ചോദിക്കും. ഇത് ഏകദേശം നമുക്കൊരു 25 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിലിംസിന് ചോദിക്കാറുണ്ട് ഇത്രയും വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ 25 മാർക്സ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. പിന്നെ ഒരു 10 മാർക്കാണ്. 10 മാർക്കിലൊരു 7 മാർക്സ് കിട്ടുന്ന രീതിക്ക്, അല്ലെങ്കിൽ 7 to 10 ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിലൊരു 5 to 6 മാർക്സ് എങ്കിലും സ്കോർ ചെയ്യുന്ന രീതിക്കായിരിക്കണം അരിത്തമെറ്റിക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ്. ഇനി റീസണിങ് സിലബസിനകത്ത് ഏറ്റവും മെയിൻലി ആയിട്ട് വരുന്നത് നമുക്ക് വരുന്നത് കോഡിംഗ്, ഡീകോഡിംഗ്, ഇനിക്വാളിറ്റി, സിലോജിസം, ആൽഫ ന്യൂമറിക്സ്. ഇത്രയും നമുക്ക് എന്താണ് നമുക്ക് ബൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. അതായത് 5 ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നതാണ് ഈ ടൈപ്പ്. പിന്നെ വരുമ്പം സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ നമുക്ക് വരുമ്പം സീറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന, അതായത് നമുക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണോ മാത്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതേ രീതിക്ക് റീസണിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമുക്ക് ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, പിന്നെ മിസ്ലേനിയസിൽ വരുന്ന പ്രോബ്ലംസ്, റാങ്കിങ്, അങ്ങനെ വരുന്ന ഒരു കൂട്ടം ചാപ്റ്റേഴ്സ് നമുക്ക് റീസണിങ്ങിനകത്ത് വരാറുണ്ട്. അത് നമുക്ക് മിസ്ലേനിയസ്, അതായത് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ. ഒരു മാക്സിമം അല്ലെങ്കിൽ മിനിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള നമുക്ക് ഇതിനകത്ത് നമുക്ക് ഷുവർ ആയിട്ടും കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് റീസണിങ് സിലബസ് ആയിട്ട് വരിക. ഇനി നമുക്ക് ഇംഗ്ലീഷ് സിലബസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഗ്രാമർ ബേസ്ഡ് ചോദിക്കാം. പിന്നെ RC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല നമുക്ക് എറർ സ്പോട്ടിംഗ് ഉണ്ടാവും, ക്ലോസ് ടെസ്റ്റ്, അതായത് പാരഗ്രാഫ് തന്നിട്ട് അതിൽ ഫില്ലപ്പ് ഒരു 10 ബ്ലാങ്ക്സ് തന്നിട്ട് അത് ഫില്ലപ്പ് ഉണ്ടാവും. പിന്നെ സിംഗിൾ ഫില്ലേഴ്സ് ഉണ്ടാവും, ഡബിൾ ഫില്ലേഴ്സ് ഉണ്ടാവും. പിന്നെ ആന്റണിംസ്, സിനണിംസ്, ഇതൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡിംഗ് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്കോർ ചെയ്യാനുള്ളത് കിട്ടും. പിന്നെ നമ്മൾ ഗ്രാമർ പഠിക്കുക. ഓക്കെ, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ചെയ്ത് നോക്കുക, ഗ്രാമർ പഠിക്കുക. അതൊക്കെ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു കാര്യങ്ങളാണ്. പിന്നെ RC നമുക്ക് നിങ്ങൾ വായനാശീലം ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ RC വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതും എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് തന്നെ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന ജനറൽ അവെയർനെസ് ആണ്. അവെയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവെയർനെസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അവെയർനെസ് ആണ്. അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 6 to 8 മന്ത്സോളം വരുന്ന കറണ്ട് അഫെയർ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അതിൽ ഇന്റർനാഷണൽ ലെവൽ ന്യൂസ്, നാഷണൽ ലെവൽ ന്യൂസ്, അതുപോലെ സ്പോർട്സ്, തീംസ്, ഡേയ്സ്, സ്റ്റാറ്റിക് വരുന്നത്, അതുപോലെ ഏതെങ്കിലും കൺട്രീസ്, കറൻസി, ക്യാപിറ്റൽ, അങ്ങനെ വരുന്ന സംഭവങ്ങൾ. പിന്നെ ഏതെങ്കിലും റീസെൻ്റ് ആയിട്ട് വല്ല ഡാംസ് വന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡാംസ് ഇപ്പം ഡാംസിനെ പറ്റിയിട്ടുള്ളതോ, അങ്ങനെ നമുക്ക് ഒരുപാട് ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അതിനൊപ്പം തന്നെ നമുക്ക് ബാങ്ക് എക്സാംസിനാണെങ്കിൽ ബാങ്കിങ് അവെയർനെസ് റിലേറ്റഡ് ചോദിക്കും. RBI വന്നിട്ടുള്ള മോണിറ്ററി പോളിസി റിലേറ്റഡ്, അല്ലെങ്കിൽ RBI കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്കീമുകളോ ബാക്കി ബാങ്കുകൾക്ക് വരുന്ന സ്കീമുകളോ, അതൊക്കെ നമുക്ക് ബാങ്കിങ് അവെയർനെസ്സിൽ ചോദിക്കാറുണ്ട്. നമുക്ക് ഇൻഷുറൻസ് പരീക്ഷ ആയതുകൊണ്ട് ഇൻഷുറൻസ് അവെയർനെസ് ആണ് കൂടുതലും. LICയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. എപ്പോഴാണിത് എന്നാണ് രൂപീകൃതമായത്, ഇപ്പോഴുള്ള പോളിസീസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു ജനറൽ അവെയർനെസ് ആണ് നമുക്ക്. LICയെ പറ്റിയുള്ള ജനറൽ അവെയർനെസ് അല്ലെങ്കിൽ ഇൻഷുറൻസിനെ പറ്റിയുള്ള ഒരു ജനറൽ അവെയർനെസ് വേണം നമുക്ക് വേണ്ടത്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഏറ്റവും മെയിനായിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ഇത്രയും പ്രിലിംസിനും ബാക്കി ജനറൽ അവെയർനെസ് നമുക്ക് മെയിൻസിനുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം നമുക്ക് നമ്മൾ എന്തൊക്കെ നോക്കിയായിരുന്നു, ആക്ച്വലി നമുക്ക് എക്സാം പാറ്റേൺ നോക്കി, സിലബസ് നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ അഡ 24/7 ഇപ്പോൾ ഇന്നൊരു ഫ്ലാഷ് സെയിൽ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബാങ്ക് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ചാണ്. അത് ജൂൺ 18 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഫ്ലാഷ് സെയിൽ ഓഫർ പ്രകാരം 1999 രൂപയ്ക്കാണ് എല്ലാ കോഴ്സസ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതായത് നോക്കിക്കേ, ഇവിടെ
1999, അതായത് ഐസിഡി സൂപ്പർവൈസർ, റെയിൽവേ ബാച്ച് 2, അതുപോലെ LDC ഉദ്യോഗ, അത് നമുക്ക് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആട്ടോ 399 രൂപയ്ക്കുള്ളത്. പിന്നെ ഉദ്യോഗ 3.0 അതും നമുക്ക് എന്താണ് 1299 രൂപയാണ്. പിന്നെ കേരള മെഗാ പാക്ക് 4149 രൂപയാണ്. അതുപോലെ ബാങ്ക് ഫൗണ്ടേഷൻ നമുക്ക് 1400 സംതിങ് രൂപയാണ് നമുക്ക് വരുന്നത്. പിന്നെ ബാക്കി ബാച്ചസ് കാര്യങ്ങളും നമ്മുടെ HCയുടെ ബാച്ച് ഇതെല്ലാം നമുക്കിപ്പോൾ 1999 രൂപയ്ക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ബാങ്ക് ബാച്ച് നമുക്ക് 1400 സംതിങ് രൂപയാണ്. അതിൽ നിങ്ങൾ Y340 കൊടുക്കുകയാണ്, കൂപ്പൺ കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിഡക്ഷനിൽ ബാങ്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ജൂൺ 18 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 120 അവേഴ്സിൻ്റെ ലൈവ് ക്ലാസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് സീരീസുകളും ബുക്കുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾ ഒരുപാട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാനുള്ള ഇതുണ്ട്. കാരണം ഓഗസ്റ്റ് 3 തീയതിയാണ് നമ്മുടെ IBPS RRBയുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ LIC എന്തായാലും ഈ ഒരു മന്ത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേ ബി ഈ ഒരു മന്ത് വന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ആ മാസങ്ങളിൽ തന്നെ ആയിരിക്കാം LIC പരീക്ഷയും നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ എന്താണ് പഠിച്ചു പോകുന്നതാണ് നല്ലത്. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് നമുക്ക് കറക്റ്റ് ക്ലാസ്സസ് കാര്യങ്ങളും നമ്മളെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സാം പാറ്റേണും സിലബസും ഒക്കെ ഒരുവിധം മനസ്സിലായല്ലോ. ഇനി ഇതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് കയറുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെയും താങ്ക് യു, ബൈ.